സ്പോട്ട് ലൈവ് തുടരുന്നു. ഗുണ്ടാ കൊട്ടേഷൻ സംഘങ്ങളുടെയും അക്രമികളുടെയും നാടായി കൊല്ലം മാറുകയാണോ? കൊല്ലും കൊലയും ആക്രമണവും നടക്കാത്ത ദിവസങ്ങളില്ല. പട്ടാപ്പകൽ പോലും കൊലപാതകം അരങ്ങേറുന്ന നാട്. നിസ്സാര പ്രശ്നത്തിന്റെ പേരിൽ പോലും കലാപങ്ങൾ. ഗുണ്ടാ കുടിപ്പകയെ തുടർന്നുള്ള കൊലപാതകം, കുടുംബങ്ങളിലെ കലഹവും സംഘർഷങ്ങളും. ഈ മനുഷ്യർക്കിത് എന്താണ് സംഭവിക്കുന്നത്? കൊല്ലം ചടയമംഗലത്ത് ഹോട്ടൽ ഉടമയെ തൊഴിലാളി കുത്തിക്കൊലപ്പെടുത്തിയ കേസാണ് ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് ചെയ്തത്. കുരിയോട് സ്പൈസി ഹോട്ടൽ ഉടമ സക്കീറിനെ കൊലപ്പെടുത്തിയത് കൂലിയെ ചൊല്ലിയുള്ള തർക്കത്തിനിടെയാണ്. കൃത്യത്തിന് ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച മലപ്പുറം സ്വദേശി ഇർഷാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലത്ത് നിന്ന് എസ് വിനീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനീഷ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്രൈം കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ജില്ല, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്രൈം നിരക്കുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ലകളിൽ ഒന്നുകൂടിയാണ് കൊല്ലം. എന്താണ് ഇത്രയധികം ക്രൈം കേസുകൾ, ക്രൈം നിരക്കുകൾ, കൊലപാതകം അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന് വിശദമായി പരിശോധിക്കേണ്ട വിഷയമല്ലേ? കാരണം കുടുംബങ്ങളിൽ വിഷയമുണ്ട്. പട്ടാപ്പകൽ ഗുണ്ടയെ തല്ലിക്കൊല്ലുന്ന, കുത്തിക്കൊലപ്പെടുത്തുന്ന സംഭവങ്ങൾ. ഇന്നലെ വൈകിട്ടുണ്ടായതും സമാനമായിട്ടുള്ളൊരു കേസാണ്. ഒരു കൂലിയെ ചൊല്ലിയുള്ള തർക്കത്തിൽ ഹോട്ടൽ ഉടമയെ തൊഴിലാളി കൊലപ്പെടുത്തുന്നു. എന്താണ് അവിടെ സംഭവിക്കുന്നത്? തീർച്ചയായും ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ക്രൈം നിരക്കുകൾ വർദ്ധിച്ചു വരുന്ന ഒരു ജില്ലയായി കൊല്ലം മാറുന്നു എന്നുള്ളത് ആണ്. നമുക്കറിയാം, 2 ദിവസം മുൻപാണ് കൊല്ലം കടക്കൽ ആക്രമണത്തിനിരയായ അത് നടുക്കമുണ്ടാക്കുന്ന സംഭവങ്ങളാണ് ഓരോ ദിവസവും നമുക്ക് കൊല്ലത്ത് നിന്ന് കേൾക്കാൻ കഴിയുന്നത്. ഇന്നലെ രാത്രി ചെറിയൊരു വാക്ക് തർക്കം, അതായത് ഒരു കൂലിയുമായി ബന്ധപ്പെട്ട വാക്ക് തർക്കത്തിൽ തൊഴിലാളി ഹോട്ടൽ ഉടമയെ കൊലപ്പെടുത്തിയ കേസ്. കഴിഞ്ഞ ദിവസവും സമാനമായൊരു കൊലപാതകമുണ്ടായി. അതിനു മുൻപ് കൊല്ലം ജില്ലയെ നടുക്കിയ പട്ടാപ്പകൽ ഗുണ്ടയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസ്. ഗുണ്ടകൾ അഴിഞ്ഞാടുന്ന നാടായി കേരളം മാറുന്നുണ്ട്. അതിലേറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. എന്താണ് അങ്ങനെ സംഭവിക്കുന്നത്? ഇത്രയധികം ക്രൈം നിരക്കുകൾ വർദ്ധിക്കുന്നതെന്ന് വിശദമായി പരിശോധിക്കേണ്ടതാണ്. അവിടുത്തെ ഒരു സാമൂഹ്യ അന്തരീക്ഷം, കുടുംബങ്ങളുടെ സാഹചര്യമൊക്കെ വിശദമായി തന്നെ പരിശോധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. എസ് വിനീഷിലേക്ക് വീണ്ടും. വിനീഷ്, തുടരാം. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ കൊല്ലം ജില്ലയിൽ ഇത്തരത്തിലുള്ള ക്രൈം നിരക്കുകൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കാരണം നമുക്കറിയാം, 2 ദിവസം മുൻപാണ് കൊല്ലം കടക്കലിലെ ഒരു യുവാവിനെ സംഘം ചേർന്ന് ആക്രമികൾ കുത്തി കൊലപ്പെടുത്തിയത്. അതിന്റെ നടുക്കം വിട്ടുമാറുന്നതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് മറ്റൊരു ക്രൈമും കൂടി ഇന്നലെ സംഭവിച്ചത്. ശരത്ത് എന്ന യുവാവിനെയായിരുന്നു സംഘം ചേർന്ന അക്രമികൾ വകവരുത്തിയത്. അത് രക്തത്തിൽ കുളിച്ച് ശരത്ത് പ്രാണരക്ഷാർത്ഥം ഒരു വീട്ടിലേക്ക് ഓടിക്കയറി. അങ്ങനെ വലിയൊരു സംഭവമായിരുന്നു. അതിന്റെ ഒരു നടുക്കം വിട്ടുമാറുന്നതിന് മുന്നേ ഇന്നലെ വൈകുന്നേരമാണ് ഈ നിലമേൽ പ്രവർത്തിക്കുന്ന സ്പൈസി എന്ന ഹോട്ടലിൽ കൊലപാതകം നടന്നത്. ഹോട്ടൽ ഉടമയെ അവിടുത്തെ തൊഴിലാളിയാണ് കുത്തിക്കൊലപ്പെടുത്തിയത്. അത് കൂലിയെ ചൊല്ലിയുള്ള ഒരു തർക്കമായിരുന്നു ഇത്തരത്തിലുള്ളൊരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന് അറിയാൻ കഴിയുന്നത്. എന്തായാലും പ്രതിയെ പോലീസ് പിടികൂടിയൊക്കെ ചെയ്തായിരുന്നു. പ്രതി അവിടെ നിന്നും മറ്റൊരു ബസ്സിൽ കയറി ഓടി രക്ഷപ്പെട്ട സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോലീസ് പിന്തുടർന്നാണ് പ്രതിയെ പിടികൂടിയത്. അങ്ങനെ പ്രതിയിൽ നിന്നും പോലീസിന് നിർണായക വിവരങ്ങളൊക്കെ ലഭിക്കുക. അങ്ങനെയാണ് അറിയുന്നത് കൂലിയെ ചൊല്ലിയുള്ള തർക്കമാണെന്ന്. പിന്നെ ഈ ഷജീർ എന്ന പേരുള്ള പ്രതിയാണ് പിടിയിലായത്. ഷജീറിന്റെ ബാക്ക്ഗ്രൗണ്ട് തന്നെ മുൻപും സമാനമായ രീതിയിൽ ഇത്തരത്തിലുള്ള അക്രമ സ്വഭാവങ്ങളുള്ള ഒരു പ്രതിയാണ്. സ്വഭാവ ദൂഷ്യത്തെ തുടർന്ന് അയാളെ ജോലിയിൽ നിന്നൊക്കെ പിരിച്ചുവിടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു സംഭവത്തെ ചൊല്ലി അവർ ഇന്നലെ സംസാരം ഉണ്ടായിരുന്നു. അതിലുണ്ടായൊരു പ്രകോപനമാണ് ഇത്തരത്തിലുള്ള അക്രമത്തിലേക്ക് നയിച്ചതെന്നും അറിയുന്നു. എന്തായാലും കറിക്കത്തിയെടുത്ത് നെഞ്ചത്ത് കുത്തിയിട്ടാണ് അവിടെ നിന്നും പ്രതിയോട് രക്ഷപ്പെട്ടത്. പക്ഷേ ഹോട്ടൽ ഉടമയുടെ ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ള ദുഃഖകരമായ ഒരു സംഭവം ആണ് കഴിഞ്ഞ ദിവസം അരങ്ങേറിയത്. ടോം, എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരം സംഭവങ്ങൾ നമുക്കറിയാം. കരുനാഗപ്പള്ളിയിൽ ഉണ്ടായ ഗുണ്ടാ സംഘങ്ങളുടെ കുടിപ്പകയെ തുടർന്നുണ്ടായ കൊലപാതകങ്ങൾ, കഴിഞ്ഞ വർഷം ഒരു കൊലപാതകം ഉണ്ടാകുന്നു. സമാനമായ രീതിയിൽ വീണ്ടും അതേ വർഷം കൊലയാളി തന്നെ വീണ്ടും ഗുണ്ടാ സംഘങ്ങൾ കൊലപ്പെടുത്തുന്നു. അങ്ങനെയുള്ള നിരന്തരം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. കിഴക്കൻ മേഖലയിലും തീരദേശ മേഖലയിലും ഒരുപോലെ തന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. ടോം, നമുക്കറിയാം, ഈ
ഇത്തരം സംഭവങ്ങൾ സമൂഹത്തിൽ വരുത്തുന്ന ചില പ്രശ്നങ്ങൾ അത് വലുതാണ്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നടപടി അല്ല, ശരിക്കും പോലീസുമായി ബന്ധപ്പെട്ടുള്ള സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടി പോലീസിന്റെ ഒരു ഇടപെടലും ബോധവൽക്കരണവും ഒക്കെ ഇതിന്റെ പിന്നിൽ അത്യാവശ്യം തന്നെയാണ്. ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ കഴിയൂ. തീർച്ചയായും, കാരണം നമ്മുടെ നിയമ നടപടികൾ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. പോലീസിന്റെ പരിശോധനകളുണ്ട്, ഗുണ്ടകളെ അമർച്ച ചെയ്യാനുള്ള നീക്കമുണ്ട്, ക്രൈം നിരക്കുകൾ കുറയ്ക്കാൻ വേണ്ടി പോലീസിന്റെ ഇടപെടലൊക്കെ ഉണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കേസുകൾ അവിടെ ഈ കൊല്ലം ജില്ലയിൽ വർദ്ധിക്കുന്നതെന്ന് ആശങ്കയോടെ കാണേണ്ട വിഷയമാണ്. ഒരു സാമൂഹ്യ പശ്ചാത്തലമടക്കം ഒരു ഘടകമാകുന്നുണ്ടോ? മാത്രമല്ല കുടുംബങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളുടെ ആത്മഹത്യ റിപ്പോർട്ട് ചെയ്ത ജില്ല കൂടിയാണ് കൊല്ലം. ഏറ്റവും കൂടുതൽ ആത്മഹത്യ നിരക്കുമുള്ള ജില്ലയാണ്. വീടുകളിൽ, അതായത് വിവാഹമോചന കേസുകൾ വർദ്ധിക്കുന്നുണ്ട്. എന്താണ് ഇതുപോലുള്ള ക്രൈം നിരക്കുകൾ വർദ്ധിക്കാനുള്ള കാരണം എന്നത് വിശദമായൊരു പഠന വിഷയമാക്കേണ്ടതല്ലേ? അത് എവിടെയാണ്, ആരാണ് ഈ വിഷയത്തിൽ ഇടപെടേണ്ടത്? തീർച്ചയായും ടോം, ഈ സമൂഹത്തിൽ വ്യാപകമായ ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉയരുന്നുണ്ട്. കൊലപാതകം, ആക്രമണം, മയക്കുമരുന്ന് കേസുകൾ, തട്ടിപ്പ്, അത്തരം കഴിഞ്ഞ അത്തരം സംഭവങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വലിയ രീതിയിൽ ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. സാമൂഹ്യ പശ്ചാത്തലം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ അതിൽ പ്രധാനമാണ് ഈ മയക്കുമരുന്നിന്റെ വ്യാപനം. അത് കൃത്യമായി അതാണ് ഏറെക്കുറെ ഇത്തരത്തിലുള്ള അക്രമം. നമ്മൾ എന്ത് അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്താലും അതിന്റെ പിന്നിൽ മയക്കുമരുന്ന് അല്ലെങ്കിൽ മദ്യം, ലഹരിയുടെ ഒരു സംഭവം എന്തായാലും അതിന് പിന്നിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് ആശങ്കാജനകമായ ഒരു സംഭവം. ലഹരിക്കെതിരെയൊക്കെ ഒരുപാട് ബോധവൽക്കരണങ്ങളും തന്നെ എക്സൈസിന്റെ നേതൃത്വത്തിലുള്ള ലഹരി പിടിത്തവും ഒക്കെ ഉണ്ട്. കിഴക്കൻ മേഖല നമ്മളൊക്കെ നേരത്തെ വാർത്തകൾ ചെയ്തതാണ്. വലിയ രീതിയിലുള്ള മയക്കുമരുന്നുകളും അതുപോലെ തന്നെ ലഹരി ഉപയോഗവും ലഹരി കണ്ടെയ്നറിൽ കൊണ്ടുവരുന്ന ലഹരി പിടിക്കുന്നതെല്ലാം നമ്മൾ വാർത്തകൾ ചെയ്തതാണ്. അപ്പം അത് മാത്രം നമുക്ക് പറയേണ്ട. ശരിക്കും തൊഴിലില്ലായ്മയും ഈ സാമ്പത്തിക സമ്മർദ്ദവും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള ഒരു കൊലപാതകങ്ങളിലേക്കെല്ലാം വഴിവെക്കുന്നുണ്ടായെന്നാണ് വിദഗ്ധർ പറയുന്നത്. അതുപോലെ തന്നെ ഈ കുടുംബ ബന്ധങ്ങളിലെ ചില സംഘർഷങ്ങൾ അത്തരം അതിൽ കവിഞ്ഞു പോകുന്നു. അതായത് അവർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, ഗണ്യമായിട്ട് പരിഹരിക്കേണ്ടുന്ന ചില പ്രശ്നങ്ങൾ, ഇതെല്ലാം പരിഹരിക്കപ്പെടാതെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളിലേക്ക് തന്നെ വഴിവെക്കുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ച ഒരു സംഭവങ്ങളിലേക്ക് തന്നെ പിന്നെ വരാം. കഴിഞ്ഞ ദിവസം കടക്കലിലുണ്ടായ കൊലപാതകം, അത് ശരത്ത് എന്ന യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവം. അത് കൊലപാതകിയും ഈ ശരത്തും നേരത്തെ ഒരു സ്വകാര്യ ബസ്സിൽ ജീവനക്കാരായിരുന്നു. അവിടെ നിന്നും ഒരാളെ ജോലിയിൽ പിരിച്ചുവിട്ട സംഭവമുണ്ട്. അത് ശരത്ത് അതിന്റെ ബസ്സിന്റെ ഉടമയോട് പറഞ്ഞതൊക്കെ ആയിട്ടുള്ള ബന്ധം, അതുമായി ബന്ധപ്പെട്ടുള്ള ചില തർക്കങ്ങൾ അവർ മദ്യപാനത്തെ തുടർന്ന് ഉണ്ടായിരുന്നു, ബാറിൽ വെച്ചുണ്ടായിരുന്നു. അപ്പൊ അതിനെ ചൊല്ലിയുണ്ടായ തർക്കവും വീണ്ടും ഉണ്ടായ വിരോധവും ഒക്കെയാണ് ആ ഒരു അക്രമത്തിലേക്ക് കലാശിച്ചത്. സത്യം പറഞ്ഞാൽ അതെല്ലാം നമുക്ക് പറഞ്ഞു തീർക്കേണ്ട അല്ലെങ്കിൽ ഗണ്യമായി പരിഹരിക്കപ്പെടേണ്ട വിഷയങ്ങൾ തന്നെയാണ്. അതെല്ലാം വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. നിരവധി ക്രൈം കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ആശങ്കയോടെ കാണേണ്ടതാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.